പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദർശ് നയനയും പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം കുറെ അധികം കവറുമായിട്ടായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നത്. ഹോൾ ഇങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടാവും. നയന പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഇത് ദേ മുത്തശ്ശനും മുത്തശ്ശിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കൈകളിലേക്ക് കൊടുക്കും. അത് വാങ്ങിച്ചു കൊടുത്തിട്ട് മുത്തശ്ശൻ പറയുന്നത്, ഞങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷമായി മോളെ, നീ നന്നായി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അവര് നയനയെ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അസൂയയോടെ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും അനാമിക. പിന്നീട് അങ്ങനെ നയന ഇത് അച്ഛനും അമ്മക്കും ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഒരു കവർ നേരെ ദേവേനയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്നാൽ അത് തുറന്നു നോക്കിക്കൊണ്ട് തന്നെ ദേവേനെ പറയുന്നത്, ഇത് കൊള്ളാൻ നയനെ, നിന്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഏത് കളറാണോ എനിക്ക് പിടിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് നീ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദേവേനെ ഇങ്ങനെ നയനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലട്ടോ അനാമികക്ക്. അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ ഇതത്ര കൊള്ളത്തൊന്നുമില്ല, ഇതിന്റെ പേരിൽ വല്യമ്മ അവളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കൊന്നും വേണ്ട, ഇത് വെറും ഒരു നോർമൽ സാരിയാ, അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ ദേവേനി പറഞ്ഞിട്ട്, ആയിക്കോട്ടെ അനാമികെ, എന്നാലും എന്റെ മരുമകൾ ഇഷ്ടത്തോടു കൂടെ തന്നെ എനിക്ക് എന്ത് വാങ്ങിച്ചു തന്നാലും അതെല്ലാം എനിക്ക് വിലപിടിപ്പുള്ളത് തന്നെയാണ്. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കൂടെ വേണു അങ്ങോട്ടേക്ക് എത്തുന്നത്. വേണുവിനെ കണ്ട ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല വേണുവേട്ടാ, എന്താ നിങ്ങളുടെ കയ്യിൽ കേക്കാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേണു പറയുന്നത്, അതേ രേവതി, ന്യൂ ഇയർ വരുമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ന്യൂ ഇയർ കേക്കും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അനാമിക മോളെ, നീ ഇങ്ങോട്ടേക്ക് വന്ന് ഇത് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ പറയാണ് വേണു. ഇത് കേട്ട് അനാമിക വന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്ത് കൊണ്ട് തന്നെ അതിൽ ഓരോ പീസ് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ നൽകാണ്. എന്നാൽ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നയനക്ക് മാത്രം കേക്ക് കൊടുക്കുന്നില്ല. ഇത് കണ്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുമായിരിക്കും നയന. എന്നാൽ നയനയുടെ ഉള്ളിലുള്ള വിഷമം ഒന്നും തന്നെ നയന പുറമേ കാണിക്കുന്നില്ല. എന്നിട്ട് മറ്റൊരു കവർ എടുത്തുകൊണ്ട് തന്നെ നേരെ നബിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ എന്റെ ചേച്ചിക്ക് വാങ്ങിച്ച സാരിയാണ്, ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് എന്നിങ്ങനെ നയന പറയുന്ന സമയത്തിന് നബി ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു ഇഷ്ടപ്പെടില്ലെന്ന്? എന്റെ നയന വാങ്ങിച്ച സാരി തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും. ന്യൂ ഇയറിന് ഏതായാലും ഞാൻ ഈ സാരി തന്നെയാണ് മോളെ എടുക്കുന്നത്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അബി പോലും ഇതുവരെ എനിക്കൊരു സാരി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. അപ്പോഴേക്കും ആദർശ് വന്ന് ജലജയ്ക്കും അബിക്കുള്ള ഡ്രസ്സെല്ലാം തന്നെ ജലജയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ നയന്റെ നേരെ ജാനകിക്കും അജയേട്ടനുള്ള ഡ്രസ്സുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ജാനകിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ജാനകി ആ ഡ്രസ്സൊന്നും വാങ്ങിക്കുന്നില്ല. ജാനകി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഇവള് വാങ്ങിച്ച സാരി, എനിക്ക് ഡ്രസ്സെല്ലാം വാങ്ങിച്ചു തരാനേ എന്റെ മരുമകളും അവളുടെ കുടുംബക്കാരും വന്നിട്ടുണ്ട്, ആർക്ക് വേണം ഇവളുടെ സാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി ഇങ്ങനെ നയനയെ പുച്ഛിച്ച് സംസാരിക്കുന്നതെല്ലാം കേൾക്കിട്ടുകൊണ്ട് തന്നെ അജയൻ അങ്ങ് ദേഷ്യം വരും. അജയൻ പറഞ്ഞിട്ട്, ദീ ജാനകി, നല്ലൊരു ദിവസമായിട്ട് നീ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നയനമോളെ സ്നേഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ചുകൊണ്ട് വന്നതാ അതുകൊണ്ട് നീ അവളെ വിഷമിപ്പിക്കാതെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനും എനിക്കറിയാമെന്നൊക്കെ പറയാട്ടോ അജയൻ. എന്നാൽ അജയന്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ മറ്റു നിവൃത്തിയില്ലാത്തത് കാരണം ജാനകി നയനയുടെ കയ്യിൽ നിന്ന് ആ സാരിയും വാങ്ങിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് നയന അനാമികയോട് രേവതിയോട് നേരെ അടുത്തേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, അനാമികയെ, നിനക്കും നിന്റെ അമ്മക്കും വേണ്ടിയിട്ട് ഞാൻ സാരി വാങ്ങിച്ചിട്ടുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് പിടിച്ച കളറിൽ തന്നെയാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ള സാരി സെലക്ട് ചെയ്തേക്കുന്നത്. ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പിന്നെ ഇത് നിന്റെ അമ്മക്കുള്ളതാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാമെന്നൊക്കെ പറയട്ടെ നയന. എന്നിട്ട് നയന അവർക്ക് രണ്ടുപേർക്കും നേരെ ആ ഒരു സാരി ഇങ്ങനെ നീട്ടുന്ന സമയത്തിന് അവർ രണ്ടുപേരും നയനയുടെ കയ്യിൽ നിന്ന് ആ സാരി ഒന്നും വാങ്ങിക്കാതെ നേരെ വേണുവേട്ടന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സാരി വാങ്ങിക്കണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രേവതി നേരെ വേണുവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്തന്നെ അവളുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങിക്കണ്ട എന്നിങ്ങനെ വേണു ആക്ഷൻ കാണിച്ചു കൊടുക്കും. എന്നാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനാമിക നയനയുടെ നേർക്കങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ട് നിന്റെ ഈ പഴഞ്ചൻ സാരി? നിന്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കും എന്റെ അമ്മക്കൊന്നും ഉണ്ടായിട്ടില്ലടി. നീ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ ദരിദ്രവാസി സാരി ഏതായാലും ഞാനും എന്റെ അമ്മയും ഉടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ രേവതിയും പറയുന്നത്, അതെ, ഇവള് സാരി വാങ്ങിച്ചു തന്നിട്ട് വേണോ ഞങ്ങൾക്ക് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ? ഞങ്ങൾക്ക് സാരി വാങ്ങിത്തരാനൊക്കെ എന്റെ ഭർത്താവായിട്ടുള്ള വേണുവേട്ടൻ ഇവിടെയുണ്ട്. അതുമല്ല, അനാമിക മോൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ അവളുടെ ഭർത്താവ് അനിയുമുണ്ട്. പിന്നെ നീ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാരിയൊക്കെ വാങ്ങിച്ചു തരുന്നത്? ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഈ വീട്ടിലുള്ളവരുടെയൊക്കെ പ്രശംസ എങ്ങനെയെങ്കിലും നിനക്ക് കിട്ടണം, അത് തന്നെയായിരിക്കും ഇവളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ഇങ്ങനെ ചൂടായി സംസാരിക്കും. എന്നാൽ നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആദർശ് ഇങ്ങനെ പറഞ്ഞിട്ട്, ആന്റി വെറുതെ എഴുതാപ്പുറമൊന്നും വാങ്ങിക്കണ്ട, ഞാൻ പറഞ്ഞതാ നയനോട് വെറുതെ അവൾക്കും അവളുടെ അമ്മക്കൊന്നും സാരി വാങ്ങിക്കേണ്ടെന്ന്. പക്ഷെ നമ്മുടെ വീട്ടിൽ അവരെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ല ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നയനെയാണ് നിങ്ങൾക്ക് സാരി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ സാരി വാങ്ങിച്ചു തന്നത്. ആദർശിന്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ദേവേനി പറഞ്ഞിട്ട്, അനാമികയും രേവതിയും എന്തായാലും നയനമോളുടെ കയ്യിൽ നിന്ന് ഈ സാരി വാങ്ങിച്ചേ പറ്റൂ, കാരണം എന്റെ നയനമോള് ഒത്തിരിയധികം ആഗ്രഹിച്ച് വാങ്ങിച്ച സാരിയാണിത്.
അനാമികയെ നാളെ ന്യൂ ഇയറിന് ഈ സാരി വേണം നീ ഉടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനയുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങിച്ചിട്ട് ദേവേനി നേരെ അനാമികയുടെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ വേണു പറഞ്ഞിട്ട് മോളെ അനാമികയെ നീ ഒരിക്കലും ആ സാരി വാങ്ങിച്ചേക്കരുത്. ഈ വീട്ടിലെ വേലക്കാരിക്ക് തുല്യമാണ് നയന. അവളുടെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിച്ചു കഴിഞ്ഞ് അതിൽ പരം നാണക്കേട് ഇനി നമ്മുടെ കുടുംബത്തിൽ വരാറില്ല. അതുകൊണ്ട് ആ പുടവ നീ എടുത്തുകൊണ്ട് പോയിട്ട് പുറത്തേക്ക് തള്ളി എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അപ്പൊ രേവതിയും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് അനുസരിക്കും മോളെ, ഇവളെല്ലാവരുടെയും മുന്നിൽ വെച്ച് ആളാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്, അല്ലാതെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയട്ടെ രേവതി. ഇതും കേട്ടുകൊണ്ട് തന്നെ നയന അങ്ങോട്ടേക്ക് വന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് ആന്റി. ഈ വീട്ടിലെ എല്ലാവരും ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സെല്ലാം തന്നെ സ്വീകരിച്ചില്ലേ, നിങ്ങൾ മാത്രമാണ് ഇത് നിരസിച്ചത്. അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഉടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നത് നിർത്തടി നിന്റെ സംസാരം. നീ എന്താ വിചാരിച്ചത്? നീ എനിക്ക് പുടവ വാങ്ങിച്ചു തരുമ്പോഴേക്കും ഞാൻ അതങ്ങ് ഉടുത്തൊരുങ്ങി വരുമെന്നോ? നീ ഇവിടെ എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരെല്ലാം നീ കയ്യിലെടുത്തു. അതുപോലെ ഈ അനാമികയെ കയ്യിലെടുക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. അവളുടെ ഒരു കീറ സാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ആ സാരികളെല്ലാം എടുത്തുകൊണ്ട് തന്നെ നേരെ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നാൽ ഇതും കണ്ടുകൊണ്ടായിരിക്കട്ടെ ദേവേനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനിക്ക് അനാമികയുടെ പ്രവൃത്തിയെല്ലാം കാണുന്ന സമയത്ത് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ദേവേനി വന്ന് ചോദിക്കുന്നത് എടി നിനക്ക് ഇത്രമാത്രം അഹങ്കാരം ഉണ്ടായിരുന്നോ? നയനമോള് വാങ്ങിച്ചു തന്ന സാരി നീ ഒട്ടും മനസാക്ഷി ഇല്ലാതെയല്ലേ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്? എന്നാ പിന്നെ ഇതും കൂടി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവേനി വേണു വാങ്ങിച്ചു കൊണ്ടുവന്ന കേക്ക് എടുത്തിട്ട് അനാമികയുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയുന്നുണ്ട്. അപ്പോഴേക്കും അനാമികക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് വല്യമ്മ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? എന്തിനാ വല്യമ്മ എന്റെ മുഖത്തേക്ക് കേക്ക് എറിഞ്ഞത്? എന്റെ മുഖവും സാരിയുമൊക്കെ ആകെ നാശായി എന്നിങ്ങനെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്തിന് ദേവേനി ചോദിക്കുന്നുണ്ട് നയനെ വിഷമിപ്പിച്ച് നിന്നോട് എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ? ഇതിന്റെ പേരിൽ ഇനി ആരും എന്നോട് ഒന്നും ചോദിക്കാനൊന്നും വരണ്ട. അങ്ങനെ ദേവേനി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവും. അപ്പോഴേക്കും രേവതി പറയുന്നത് എന്തായാലും എന്റെ മോളുടെ മുഖത്തേക്ക് കേക്ക് വലിച്ചെറിഞ്ഞത് അത് ദേവേനി ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. ജാനകി ഇതെല്ലാം കേട്ടിട്ട് നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അപ്പൊ ജാനകി പറയുന്നത് അനാമികയുടെ അമ്മ എന്നോട് പൊറുക്കണം. ദേവേനിയേട്ടത്തിക്ക് ഇപ്പൊ സമനില തെറ്റിയിരിക്കാണ്. അതുകൊണ്ടാണ് അനാമിക മോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. വാ മോളെ ഞാൻ തുടച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി നേരെ അനാമികയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നത് വേണുവേട്ട നിങ്ങൾ ഒരൊറ്റ ഒരുത്തം കാരണം മാത്രമാണ് നമ്മുടെ അനാമികമോളോട് ദേവയാനി ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ആ നയന വാങ്ങിച്ച സാരി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. വേണുവേട്ടനാണെങ്കിൽ ഇപ്പൊ ഒരു സാരി വാങ്ങിച്ചു തരാനുള്ള ഗതി പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ഇങ്ങനെ വേണുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട് അത് പിന്നെ രേവതി ആ വേണു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചോ? ആ നയനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചോളൂ. അതിപ്പോ നമുക്ക് തന്നെ വിനയായി വന്നേക്കുന്നു. വെറുതെ ആ കാശ് വാങ്ങി പൈസ കളഞ്ഞത് മിച്ചം. എന്നാൽ ഇതെല്ലാം കണ്ടുകൊടുത്തിനെ നയനെ നവ്യയും ചേർന്ന് അനാമയെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നവ്യ പറഞ്ഞത് നയനെ നീ കണ്ടില്ലേ കേക്ക് വീണപ്പോഴുള്ള ഇവളുടെ മുഖഭാവം? ശരിക്കും ഇതാണ് ഈ മുഖമാണ് ഇവളെ കാണാൻ കൂടുതൽ ഭംഗി എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ സംസാരം കളിയാക്കലെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവട്ടെ അനാമിക. അപ്പൊ പത്തനമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡുകളൊക്കെ ഈ ഒരു ചാനലിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.